വെങ്കിട്ട് നാരായണന്റെ പ്രൊഡക്ഷനിൽ എച്ച് വിനോദ് സംവിധാനം ചെയ്ത് ദി ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാടു ഇളയദളപതി വിജയ് നായകനായിട്ടെത്തുന്ന ജനനായകൻ. ഈ ഒരു സിനിമ സകല റെക്കോർഡുകളും വെട്ടിച്ചുകൊണ്ട് ഭയങ്കര വിജയമായിട്ട് നമ്മുടെ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പടം ഈ പറയുന്ന പോലെ വിജയുടെ ഫെയർവെൽ പടമാണ്. അതിനോടനുബന്ധിച്ചുകൊണ്ട് ഒത്തിരി ആരാധകരാണ് ഈ ഒരു പടം ഏറ്റവും ഇഷ്ടത്തോടു കൂടി കാണുന്നത്. പിന്നെ കണ്ടന്റ് വൈസ് മലയാളികൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും വിജയുടെ അഭിനയവും അതുപോലെ ആ ഒരു സ്റ്റണ്ടും ഫൈറ്റും സോങ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു പടം കേരളത്തിലും ഇപ്പൊ വിജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന പടത്തിന് ഒരുപാട് റെക്കോർഡുകൾ, അതായത് ഈ പറയുന്ന കളക്ഷൻ റെക്കോർഡുകളൊക്കെ ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും ഏറ്റവും നല്ല രീതിയിൽ തന്നെ റെക്കോർഡ് ബുക്കിങ്ങോടുകൂടി ഈ ഒരു പടം ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ജനനായകൻ പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന പ്രധാന കഥാപാത്രങ്ങൾ തങ്ങളുടെ പ്രതിഫലമായിട്ട് എത്ര രൂപയാണ് ജനനായകൻ സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ കളക്ട് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് ജനനായകൻ സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ്സ് ഒക്കെ കൊടുക്കുന്ന ഗൂഗിൾ സൈറ്റുകളിൽ നിന്നാണ് ഈ പറയുന്ന പ്രധാന കഥാപാത്രങ്ങളുടെ സാലറി നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഞാൻ ആദ്യത്തെ പേര് പറയുന്നത്, ഈ ഒരു മൂവിയിൽ ഒരു പ്രധാന കഥാപാത്രം അഭിനയിച്ചിട്ടുള്ള പ്രിയാമണി ഏകദേശം 1.5 കോടി രൂപയാണ് ജനനായകൻ മൂവിന്ന് തന്റെ കഥാപാത്രം അവതരിപ്പിക്കാനായിട്ട് വാങ്ങിയിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് രണ്ടാമത്തെ പേര് ഞാൻ പറയുന്നത് ഗൗതം മേനോനാണ്. ഏകദേശം 2 കോടി രൂപയാണ് അദ്ദേഹം തന്റെ പ്രതിഫലമായിട്ട് ഈ ഒരു സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് മൂന്നാമത്തെ പേര് ഞാൻ പറയുന്നത് പ്രകാശ് രാജാണ്. പുള്ളിക്കാരൻ 3 കോടി രൂപയാണ് ഈ ഒരു സിനിമയിൽ നിന്ന് തന്റെ സാലറി ആയിട്ട് വാങ്ങിയിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് നാലാമത്തെ പേര് പറയുന്നത് കേരളത്തിന്റെ സ്വന്തം മമിത ബൈജു. പുള്ളിക്കാരത്തി നമ്മുടെ വിജയാണന്റെ ഒപ്പത്തിന് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ജനനായകൻ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. വിജി എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യാനായിട്ട് ഏകദേശം 1 കോടി രൂപയാണ് വാങ്ങിയിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് മൂന്നാമത്തെ പേര് ഞാൻ പറയുന്നത് പൂജ ഹെഡേക്ക് ആണ്. പൂജ ഹെഡേജ് ഏകദേശം 6 കോടി രൂപയാണ് ഈ ഒരു പടത്തിൽ നിന്ന് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. ഇതിനടുത്തതായിട്ട് രണ്ടാമത്തെ പേര് പറയുന്നത് നമ്മുടെ ബോബി ഡിയോൾ ആണ്. പുള്ളിക്കാരൻ ഈ ഒരു സിനിമയിൽ ഒരു വില്ലൻ കഥാപാത്രം അവതരിപ്പിക്കാനായിട്ട് ഏകദേശം 10 കോടി രൂപയാണ് തന്റെ ജോൺ ഹുംലർ എന്ന് പറയുന്ന ആ ഒരു വില്ലൻ കഥാപാത്രത്തിന് വാങ്ങിയിട്ടുള്ളത്. ഇതിനടുത്തതായിട്ട് ഞാൻ പറയുന്ന ഒരു പേര് നമ്മുടെ ഈ ഒരു സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള അനിരുദ്ധ് ഏകദേശം 13 കോടി രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് ഈ ഒരു ജനനായകൻ മൂവിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് ഏറ്റവും അവസാനത്തെ പേര് ഞാൻ പറയുന്നത് നമ്മുടെ എത്രയും പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ആണ്. അദ്ദേഹത്തിന്റെ ഫെയർവെൽ പടമായിട്ടുള്ള ജനനായകനിൽ നിന്നും ഏകദേശം 250 കോടി രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. വിജയുടെ ഏറ്റവും അവസാനത്തെ പടം കൂടിയാണ് ഈ ഒരു ജനനായകൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു സിനിമയുടെ ഈ പറയുന്ന ആ ഒരു കഥ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന TVK പാർട്ടിയുടെ ഈ പറയുന്ന മുന്നേറ്റവും അല്ലെങ്കിൽ പാർട്ടി രൂപീകരിക്കുന്നതൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു സിനിമയിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് വെക്കുന്നുണ്ട്. അതുപോലെ ഈ പടത്തിൽ എന്താണ് ഈ പറയുന്ന പോലെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റണ്ട് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, സോങ്, ഡാൻസ് എല്ലാം കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആണ്. പിന്നെ കേരളത്തിൽ ഈ പടത്തിന് മോശം റിവ്യൂസ് വരുന്നൊരു കാര്യം കേരളത്തിലെ ജനങ്ങൾ കണ്ടന്റ് വൈസ് ഈ ഒരു സിനിമയെ നോക്കി കാണുന്നതുകൊണ്ട് തന്നെയാണ്. ഇത് നമ്മുടെ വിജയണ്ണന്റെ പടം ഏറ്റവും കൂടുതൽ ആ ഒരു സ്റ്റണ്ട് ഫൈറ്റ് ഒക്കെ ഇനി ഒരിക്കലും നമുക്ക് തിയേറ്ററുകളിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഒരു ഫാൻ പടമാണിത്. അപ്പൊ എല്ലാവർക്കും ഒരു ഫാൻ ബേസിൽ പോയിരുന്ന് ഒരു കുറച്ചു നേരം എന്റർടൈൻ ചെയ്ത് ആ ഒരു വിജയ് എന്ന് പറയുന്ന ആ ഒരു ആക്ടറിന്റെ ഏറ്റവും അവസാനത്തെ ആ ഒരു ഫെയർവെൽ പടം കണ്ട് ഇറങ്ങാം. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു പടത്തിലുള്ളത്. അപ്പൊ എല്ലാവരും ഏറ്റവും അടുത്തുള്ള തിയേറ്ററുകളിൽ ബുക്ക് ചെയ്തിട്ട് പോയി സിനിമ കാണാനായിട്ട് ശ്രമിക്കുക. ഇതുവരെയും ജനനായകൻ സിനിമ കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്